സിനിമയേക്കാൾ ഉപരി ധ്യാൻ ശ്രീനിവാസൻ എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം ഇന്റർവ്യൂകളിലൂടെയാണ്. ഒരു മൂവി പ്രൊമോഷൻ ആവട്ടെ, അല്ലെങ്കിൽ ഓണം ഫോട്ടോഷൂട്ട് ആകട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിശേഷ ദിവസമോ, അല്ലെങ്കിൽ റൂം ടൂറോ, അങ്ങനെ എന്തുമാവട്ടെ, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ടെങ്കിൽ ആകെ ഒരു വൈബാണ്. ഈ ഒരു 2 വർഷത്തിനിടയ്ക്ക് ഇന്റർവ്യൂ സ്റ്റാർ എന്നൊരു ടൈറ്റിൽ കിട്ടിയത് ധ്യാൻ ശ്രീനിവാസനാണ് എന്ന് ഉറപ്പിച്ചു പറയാം. കാണുന്നവരെയും കേൾക്കുന്നവരെയും കണ്ടുകൊണ്ടിരിക്കുന്നവരെയും അവതാരകരെ വരുന്നവരെ ഉൾപ്പെടെ കുടുകുടെ ചിരിപ്പിക്കുന്ന ഒരു പ്രകൃതമാണ് ധ്യാൻ ശ്രീനിവാസന്റേത്. അത് സഹപ്രവർത്തകരെ കുറിച്ചാണെങ്കിലും വീട്ടുകാരെ കുറിച്ചാണെങ്കിലും സ്വന്തം കുഞ്ഞിനെയോ ഭാര്യയോ അല്ലെങ്കിൽ ചേട്ടനെയോ അച്ഛനെയോ അമ്മയോ പറ്റി പോലും പറയാൻ മടിയില്ലാത്ത ഒരാൾ കൂടിയാണ് ധ്യാൻ ശ്രീനിവാസൻ. ധ്യാൻ ശ്രീനിവാസനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്തവണത്തെ 2024 ഡിജിറ്റൽ സ്റ്റാർ അവാർഡ് നേടാൻ ഇതിലും അർഹൻ മറ്റൊരാളില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഈ അവാർഡ് വാങ്ങാൻ വേണ്ടി സ്റ്റേജിലേക്ക് എത്തിയപ്പോഴും കോമഡിക്ക് ഒരു കുറവുമില്ലാതെയാണ് ധ്യാനിന്റെ പ്രകടനം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ഇത്തവണ നിരവധി അവാർഡുകളാണ് ഡിജിറ്റൽ ലോകത്തേക്ക് മുന്നോട്ട് വച്ചത്. അതിൽ മികച്ച കോമഡി താരമുണ്ട്, മികച്ച അവതാരകയുണ്ട്, മികച്ച വാർത്താ അവതാരകൻ അല്ലെങ്കിൽ ബിസിനസ് അവതാരക, അങ്ങനെ പല പല ടൈറ്റിലുകളുണ്ട്. മികച്ച ജോഡികൾ ഉൾപ്പെടെയുണ്ട്. സിനിമ സീരിയൽ രംഗത്തുള്ളവർക്കും മാധ്യമ രംഗത്തുള്ളവർക്കും അങ്ങനെ എല്ലാ തലങ്ങളിലുള്ളവർക്കും മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അവാർഡുകൾ നൽകിയിരുന്നു. അതിൽ ആദ്യത്തെ അവാർഡ് ലഭിച്ചത് ധ്യാൻ ശ്രീനിവാസനാണ്. ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർ അവാർഡാണ് ധ്യാൻ ശ്രീനിവാസന് ലഭിച്ചത്. മറ്റൊരാൾക്കും ഈ ഒരു അവാർഡ് കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. കാരണം അത്ര വലിയൊരു ഇമ്പാക്റ്റ് ആണ് സോഷ്യൽ മീഡിയയിലൂടെ ധ്യാൻ ശ്രീനിവാസൻ നടത്തിയിട്ടുള്ളത്. എന്ത് കാര്യത്തിന് വന്നാലും ഒരു പിടി കോമഡി അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡിജിറ്റൽ ലോകത്ത് ഏറ്റവും ചർച്ചയാകുന്നതും ഏറ്റവും കൂടുതൽ ആളുകളും കാണുന്നതും ഒരുപക്ഷെ ധ്യാൻ ശ്രീനിവാസന്റെ വീഡിയോ തന്നെയാകാം. അതൊരു സ്ട്രെസ് കില്ലർ ആണെന്ന് പോലും ആളുകൾ പറയുന്നുണ്ട്. പൊന്നമ്മ ബാബുവിന്റെ കയ്യിൽ നിന്നാണ് ധ്യാൻ ശ്രീനിവാസൻ ഈ അവാർഡ് നേടിയത്. ഇതിനിടയിൽ അവതാരകയെയും പൊന്നമ്മ ബാബുവിനെയും ഉൾപ്പെടെ ധ്യാൻ ട്രോളുന്നതും നമുക്ക് കാണാം. ശ്രീനിവാസന്റെ മകൻ എന്നൊരു ലേബലിലാണ് ധ്യാൻ ശ്രീനിവാസൻ സിനിമയിലേക്ക് എത്തിയത്. ഉത്തര മലബാറിലെ തലശ്ശേരി സ്വദേശി കൂടിയാണ് ധ്യാൻ. വിനീത് ശ്രീനിവാസൻ അറിയപ്പെടുന്ന നടനും സംവിധായകനും ഗായകനും ഒക്കെയാണ്. വിനീത് ശ്രീനിവാസൻ സംവിധാനം നിർവഹിച്ച തീര എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമാ രംഗത്തേക്കാണ് ധ്യാൻ ചുവടുവെച്ചത്. ധ്യാൻ മുഖ്യവേഷത്തിലെത്തിയ ഗൂഢാലോചന എന്ന ചിത്രത്തിനു വേണ്ടി ധ്യാൻ ആദ്യമായി തിരക്കഥയും എഴുതി. ലവ്, ആക്ഷൻ, ഡ്രാമ എന്ന് പേരിട്ടിരിക്കുന്ന നിവിൻ പോളി, നയൻതാര ചിത്രത്തിലൂടെ ധ്യാൻ സംവിധായകനും ആയി മാറി.